ഇതുപോലുള്ള വെള്ള തുണികൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ടാസ്ക്കാണ് അല്ലേ. കരിമ്പൻ വന്നതിനെ പറയേ വേണ്ട. നമ്മൾ എന്നും നമ്മുടെ അടുക്കളയിലുള്ള വാളംപുളി, ഈ ഒരു സമയത്താണ് വാളംപുളി നമുക്ക് ധാരാളമായി കിട്ടുന്നത്, നമ്മൾ ഈ വേനൽ സമയത്ത്. അപ്പോൾ നമ്മളിത് കുരു എല്ലാം കളഞ്ഞ് എടുത്ത വാളംപുളിയാണ് കേട്ടോ. അത് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമ്മളൊരു 2-3 മണിക്കൂർ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ നിരടിയെടുക്കുക. നമ്മൾ കുരു മാറ്റിയത് കൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു നാരടിഞ്ഞു വരുമ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു പിഴിഞ്ഞതിൻ്റെ ആ ഒരു ചണ്ടി നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് 1 വർഷത്തോളം ഇതുപോലെ പുളി നമുക്ക് സൂക്ഷിക്കാനായിട്ടും സാധിക്കും കേട്ടോ. എന്നിട്ട് ഈ അരിച്ചെടുത്ത ഈ ഒരു പുളിയുടെ എസൻസ് നമ്മൾ ഗ്യാസിൽ വെച്ച് നേരിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ വെള്ളത്തിൻ്റെ അംശം, വെള്ളം നമ്മൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടുന്നതാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. 1 വർഷത്തോളം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പുറം രാജ്യങ്ങളിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നവർക്കൊക്കെ ഇതുപോലെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ഉപയോഗിക്കാനും സാധിക്കും. ചീത്താകുമെന്നുള്ളൊരു യാതൊരു പേടിയും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മളെ ജോലികൾ വളരെ എളുപ്പമാകൂലേ. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ കൂടുതൽ ഇതുപോലെ ചെയ്തു വെച്ച കാലങ്ങളോളം അത് അവിടെ ഇരുന്നോളം യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഫേസ് പാക്ക് മാത്രമല്ല, നമ്മളുടെ എവിടെ ടാൻ വന്നാലും കയ്യിലും കാലിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പുളി ഒരു 2 ചുള പുളിയാണ് എടുത്തേക്കുന്നത്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപ്പിടാത്ത പുളിയായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പുളിയുടെ ആ ഒരു എസൻസ് ഉണ്ടാക്കുമ്പം കുറച്ച് ഉപ്പിടാതെ മാറ്റി വെച്ച് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിതൊരു സ്പെഷ്യൽ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞളും അതുപോലെ ഇരട്ടി മധുരമൊക്കെ കൂടി പൊടിച്ചൊരു പൊടിയാണ് ഞാൻ ഈ ഒരു മിശ്രിതത്തിൽ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ പറ്റുന്നത്, ചിലവർക്ക് നമ്മളുടെ കടലപ്പൊടി അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ തേനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊരു പാക്കായിട്ട് നമ്മളെ കാലിലോ കയ്യിലോ മുഖത്തോ ഒക്കെ സൺ ടാണൊക്കെ വന്നതിന് വളരെ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് ബ്ലീച്ച്. നമുക്ക് വളരെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് നാച്ചുറലി നമുക്ക് ബ്ലീച്ച് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ പുളി വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിൽ ലൈറ്റനിങ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ് ആക്കാനും അതുപോലെ നമ്മളുടെ സൺ ടാണൊക്കെ കൊണ്ടുള്ള കരിവാളിപ്പ്, ചുളിവ് ഇവയെല്ലാം മാറാനായിട്ട് സഹായിക്കും. ഇത് കണ്ടില്ലേ, ഒറ്റ യൂസിൽ തന്നെ എത്രത്തോളം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. അത്ര റിസൾട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മളുടെ പുളി പോലെ തന്നെ നമ്മളുടെ വളരെ ഉപയോഗപ്രദമാണ് നമ്മളുടെ പുളിയുടെ ഇലയും. ആ ഇല നമുക്ക് പല രീതിയിൽ നമുക്കിപ്പം മീൻ പൊള്ളിക്കാം, ചിക്കൻ പൊള്ളിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വളരെ നല്ലതാണ് കേട്ടോ. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ കുഞ്ഞിച്ചാളയും നെയ്യുള്ള ചാളയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പുളിയില ഇട്ടിട്ട് വാഴയിലയിൽ പച്ച കുരുമുളകും ഈ ഒരു പുളിയുടെ ഇലയും പച്ചമുളകും എല്ലാം കൂടെ അരച്ച് നമ്മളുടെ അടപ്പിൽ വെച്ച് ചുട്ട് കഴിച്ച ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അത്ര ടേസ്റ്റാണ്. നമ്മൾ ഗ്യാസിൽ ചുട്ടെടുത്താലൊന്നും അത്ര ടേസ്റ്റ് ആവില്ല, അടപ്പിലിട്ട് ചുട്ടെടുക്കണം. അതുപോലെ തന്നെ ചിക്കനും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അതൊന്നുമല്ല കാണിക്കുന്നത്. കുറച്ച് പുളിയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. നിങ്ങൾക്ക് കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് കേട്ടോ. ഇത് മിക്സിയിൽ അരഞ്ഞ് കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ച് വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും റിസൾട്ട് കേട്ടോ. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇതിപ്പം അരഞ്ഞു കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതവൊക്കെ ഉണ്ടാവൂലേ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചതവ്, നീരൊക്കെ വരിക, കടന്തൽ കുത്തിയാലൊക്കെ നീര് വരിക, ആ സ്ഥലങ്ങളിലെല്ലാം ഇത് തേച്ച് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ചതവാണെങ്കിൽ 2-3 പ്രാവശ്യം ഇടേണ്ട വരും. അതല്ല നീരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞു പോകുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പറ്റുന്ന ചൂട്, നമുക്കിപ്പം ശരീരത്തിൽ ഒഴിക്കാനാണെങ്കിൽ ആ ഒരു ചൂട് ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം പിന്നെ അത്
ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ശരീരവേദനക്കൊക്കെ വളരെ നല്ലതാണ്. പുളിയില തിളപ്പിച്ച വെള്ളം പണ്ട് കാലങ്ങളിലൊക്കെ കുളിക്കുന്ന ഒരു വെള്ളമാണ് അല്ലേ. ഇത് നമുക്ക് കാൽപാദങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക്, വിണ്ട് കീറുക, അതുപോലെ തന്നെ സൺ ടാൻ കൊണ്ടുള്ള കരിവാളിപ്പ്, ഇവയെല്ലാം മാറാൻ, അതുപോലെ കുഴിനകം വരിക, കാലിൻ്റെ സൈഡിൽ വിണ്ട് കീറുക, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും മാറ്റിയെടുക്കാനായിട്ട് ഈ പുളി വെള്ളവും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു പിഴിഞ്ഞ ചണ്ടിയിൽ അതുകൊണ്ട് നല്ലതുപോലെ കാലിന് ചുറ്റിനും സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചുറ്റിനും കാൽപാദത്തിൻ്റെ അടിയും അതുപോലെ ഉപ്പൂറ്റിയും എല്ലാം നല്ലതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നഖത്തിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് ഈ ഒരു പുളി സഹായിക്കുന്നതാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത്ര എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണിത്. എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ആ വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാക്കില്ലേ, ആ ഒരു പാക്ക് നമ്മളുടെ കാൽപാദത്തിലാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്കിന്നിലുണ്ടായ ഡൾനെസ്സും അതുപോലെ തന്നെ എന്താണ് പറയുക, ഡെഡ് സെല്ലൊക്കെ മാറി നല്ല പുത്തനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന കാൽപാദങ്ങളും കൈയും മുഖവും ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. കയ്യിലും കാലിലൊക്കെ ബ്ലീച്ച് ഇടുന്നതിനേക്കാളും നമ്മൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കയ്യിലും കാലിലൊക്കെ ബ്ലീച്ച് ചെയ്യാറുണ്ടല്ലോ, പെഡിക്യൂറും അതും ഇതൊക്കെ. അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കിടിലൻ ടിപ്പാണ് കേട്ടോ. ചെയ്ത് നോക്കി 100% റിസൾട്ടുള്ള കാര്യമാണ്. ചെയ്ത് നോക്കണം നിങ്ങൾ മസ്റ്റായിട്ടും. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ആ ഒരു പുളി പിഴിഞ്ഞ ആ ഒരു ചണ്ടിയിൽ, അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 1-1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ നമുക്ക് വേണ്ടത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇതാണ് കേട്ടോ, സോപ്പാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാതെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി മാത്രം പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് സോപ്പ് വെള്ളം ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു എസൻസ് ഒക്കെ പകുതി മുക്കാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഭാഗം മാത്രമേ ആ പുളിയുടെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് പെട്ടെന്ന് അത് ഫെയ്ഡായി പോവുക, അതിൻ്റെ കളറ് നിലനിർത്താണ്ടിരിക്കുക. അതുപോലെ വെള്ള തുണികൾ നല്ല കളറ് വെക്കാതിരിക്കുക. ഒരു ഡൾനെസ് ഉണ്ടാവുമല്ലോ, വെള്ള ഷർട്ട് അതുപോലെ തന്നെ വെള്ള ഇന്നേഴ്സ്, അതൊക്കെ എല്ലാം നമുക്ക് നല്ല പുതുപുത്തനാക്കി എടുക്കാനായിട്ട് ഈ ഒരു വെള്ളം നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് തുണികൾ കഴുകുമ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നിങ്ങൾ തുണികളൊന്ന് കഴുകി നോക്കുക കേട്ടോ. നല്ല പുതുപുത്തനായിട്ട് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈട് നിൽക്കുന്നതാണ് കേട്ടോ. തുണി നല്ലതുപോലെ തന്നെ ഈട് നിൽക്കുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം. നമ്മളിപ്പോൾ സാമ്പാറിനൊക്കെ നിങ്ങളിപ്പം ആ ഒരു എസൻസ് എടുത്ത് വെക്കുന്നില്ല, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പുളിയുടെ ബാക്കിയില്ലേ, ആ ബാക്കി വരുന്ന ആ ഒരു ചണ്ടി ഇതുപോലെ ഒന്നും കൂടെ വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡിലേക്ക് നമ്മളുടെ ഈ ഒരു പുളിയുടെ ആ ഒരു ചണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടത് അത്രത്തോളം ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കുറേ ഈ ഒരു ഇത് എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ അന്നന്ന് എടുക്കുന്ന സാമ്പാറിനും മറ്റുള്ള കറികൾക്ക് എടുക്കുന്ന ആ പുളി നിങ്ങൾക്ക് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡിലൊക്കെ ഇട്ട് വെച്ചാൽ മാത്രം മതി. ഈ ഒരു ലിക്വിഡിൽ ഇട്ട് വെക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുളിയുടെ എഫക്റ്റ് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡിലേക്ക് വന്നിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീനിങ് പണി, വീട്ടിലുള്ള ഏതൊരു ക്ലീനിങ് പണിയും വളരെ എളുപ്പമാക്കുന്നതാണ്. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് നല്ലതുപോലെ എടുക്കുക. നമ്മൾ ഇതുപോലുള്ള പിച്ചള ഇതൊക്കെ നമുക്ക് പുളി വളരെ എഫക്റ്റീവാണെന്ന് അറിയാമല്ലോ. ഇതൊന്ന് വെറുതെ ഒഴിച്ചു വെച്ചാൽ മാത്രം മതി. നമ്മൾ തേച്ചൊരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിങ്കിലുള്ള ബാഡ് സ്മെല്ല് പോകാനും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളിലുള്ള മെഴുക്കുകൾ പെട്ടെന്ന് പോകുവാനും ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഴുക്കൊക്കെ ഉള്ള കൂടുതൽ പാത്രം വരുമ്പോൾ ഈ ലിക്വിഡ് മാത്രം എടുത്തിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക്
നമുക്കത് ക്ലീനായി കിട്ടുന്നതാണ്. അതുപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കുക, അതിൻ്റെ ഒരു സ്മെല്ല് പോകുക എന്ന്. അപ്പോൾ നമുക്കിപ്പം 5 ലിറ്ററും 10 ലിറ്ററിൻ്റെയൊക്കെ ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിൽ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പുളി ഇട്ട് വെച്ചാൽ മാത്രം മതി. നമ്മൾ എല്ലാത്തിലും കൂടി ഇടണമെന്ന് ഞാൻ പറയില്ല, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഗ്യാസ് അടുപ്പ്, നമ്മൾ എന്താണ് പറയുക, കൗണ്ടർ ടോപ്പ്, ഇവയെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമെന്ന് വെച്ചാൽ മെഴുക്കിൻ്റെ അംശം വളരെ പെട്ടെന്ന് കളയുന്നതാണ് കേട്ടോ. ചില്ല് പാത്രങ്ങളാകട്ടെ, സെറാമിക് പാത്രങ്ങളാകട്ടെ, സ്റ്റീൽ പാത്രങ്ങളാകട്ടെ വെട്ടിത്തിളങ്ങുവാൻ, പുത്തനാക്കുവാൻ, അതുപോലെ തന്നെ നമ്മളുടെ ചായ ഒഴിക്കുന്ന പാത്രങ്ങൾ, ചായ തിളപ്പിക്കുന്ന പാത്രങ്ങളൊക്കെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ, ഞാനിവിടെ എല്ലാം കാണിച്ചു തരുന്നില്ല, ആ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഞാനൊരു 10 മിനിറ്റ് ഇത് ഇട്ട് വെച്ച് മാത്രമേ ഉള്ളൂ, ഒരച്ചൊന്നും കഴുകിയിട്ടില്ല. ആ പുളി കൊണ്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത്, ഇത് ഇത്രത്തോളം വെളുക്കണമെങ്കിൽ അത്ര എഫക്റ്റീവായിട്ടൊരു ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇത്. അപ്പോൾ നമ്മൾക്ക് മീനിൻ്റെ സ്മെല്ലൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ സിങ്കിൽ നിന്നും പാത്രത്തിൽ നിന്നും എല്ലാം പോകുന്നതാണ്. മെഴുക്കൊക്കെ കളയാനായിട്ട് കിഡു ഐറ്റമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ സാമ്പാറിനും രസത്തിനൊക്കെ എടുക്കുന്ന പുളിയുടെ ആ ഒരു ചണ്ടി വെറുതെ വേസ്റ്റിലിട്ട് കളയലല്ലേ, ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള വെള്ള തുണികൾ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം ഈ ഒരു പുളി കൊണ്ടെന്ന് നോക്കാട്ടോ. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലുള്ള തോർത്തുകൾ അല്ലേ. തോർത്താകട്ടെ, ടർക്കി ആകട്ടെ, ഇന്നേഴ്സ് ആകട്ടെ, വെള്ള വസ്ത്രങ്ങൾ ഏതും ആകട്ടെ, നമുക്കിത് വെള്ളയാക്കി എടുക്കാനായിട്ട് സാധിക്കും. കരിമ്പം വന്നാൽ പോലും വളരെ കൂടുതൽ കരിമ്പനുണ്ടെങ്കിൽ അത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ലൈറ്റായിട്ടുള്ള കരിമ്പനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കളയാനായിട്ട് സാധിക്കും കേട്ടോ. അതിന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ല ഒരു ചൂടായി വന്നപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ ഒരു ചണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുളിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പുളിയുടെ ആ ഒരു ചണ്ടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താണോ ഇത് വെളുപ്പിച്ചെടുക്കേണ്ടത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരിയ തീയിലിടുക. അതിനുശേഷം നമ്മുടെ ലിക്വിഡ് സോപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇത് തിളക്കണം. ഒരു ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ, ഫ്ലെയിം ഒന്നും കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ആ ഒരു എല്ലായിടത്തും ഈ ഒരു പുളിയുടെ ഒരു എസൻസ് ഈവൺ ആയിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോലുകൊണ്ട് കുത്തി എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള തുണികൾ കഴുകൽ അല്ലേ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വളരെ അധികം കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്ന് ഞാൻ പറയില്ല. വളരെ ലൈറ്റായിട്ടൊക്കെ ഉള്ള കരിമ്പൻ പോകും. അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ നല്ല വെണ്മയായി കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ എന്താ പറയുക, മറ്റേ സെറ്റും മുണ്ടും ഒക്കെ ഇല്ലേ, നമ്മൾ കേരള സാരികളൊക്കെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് ഈ ഒരു പുളി സഹായിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഇതുപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇത് നല്ല ഒരു ചൂട് പോകാനായിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. നല്ല വെള്ളത്തിലിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏതൊരു വെള്ള വസ്ത്രമാണെങ്കിൽ വെട്ടിത്തിളങ്ങും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലീച്ചോ കല്ലിലിട്ടോ ഉരക്കേണ്ടതോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ കഴുകേണ്ടതോ യാതൊരു ആവശ്യമില്ല. മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ വെള്ളത്തുണികൾ ചെയ്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ വിചാരിച്ചോ പുളി കൊണ്ട് ഇതുപോലെ കിടിലൻ ടിപ്സുകൾ ഉണ്ടെന്ന്? തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള 100% റിസൾട്ടുള്ള ടിപ്സുകളാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.